ശരി, അവൾ സത്യം മറച്ചു വെച്ചതിന് നീ അവളെ അടിച്ചു. എന്നാ ഇപ്പൊ കേട്ടോ, ദർശന അറിയുന്നതിന് മുൻപ് അവള് ഗർഭിണിയാകില്ലെന്ന സത്യം അറിഞ്ഞത് ഞാനാ. അവള് പ്രസവിക്കില്ലെന്ന് ഡോക്ടർ ആദ്യം എന്നോടാ പറഞ്ഞത്. ഒരിക്കൽ പോലും ഞാനത് അവളോട് ചോദിച്ചിട്ടില്ല. ആദ്യം സത്യം മറച്ചുവെച്ച് നിന്നെ ചതിച്ചത് ഞാനല്ലേ? അപ്പൊ നീ എന്നെ അടിക്കുവോ? അടിക്കുവോന്ന്? തല്ലടാ എന്നെ, IPS പരീക്ഷ പാസ്സായി ട്രെയിനിങ്ങിൽ പങ്കെടുത്താൽ ഒരിക്കലും അവൾക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് ധരിച്ച അവള് പരീക്ഷ എഴുതാതെ വന്നത്. അവള് പരീക്ഷ എഴുതട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആ സത്യം ഡോക്ടറോട് ദർശനോട് പറയണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എക്സാമിന് തൊട്ടു മുൻപ് ലാബിൽ നിന്നും അവൾക്ക് ഓട്ടോമാറ്റിക് മെയിൽ കിട്ടി. അവള് നിനക്ക് വേണ്ടി അവളുടെ സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ചു. പരീക്ഷ എഴുതാതെ ആ സമയം മുഴുവൻ അവിടെ ഇരുന്ന് കരഞ്ഞു. അതിനുശേഷമാ ദർശന പ്രഗ്നൻസിക്ക് വേണ്ടിയുള്ള മരുന്നുകൾ കഴിക്കാൻ തുടങ്ങിയത്. ആ മരുന്ന് കഴിച്ച് മിനിറ്റിന് വേദന കൊണ്ട് പുളഞ്ഞത്. അതെല്ലാം സഹിച്ചു. ഇവിടുത്തെ കെട്ടിലമ്മമാർ IPS കാരിയാകേണ്ട അവളെ വീട്ടുജോലിക്കാരിയാക്കി. അവൾ അതെല്ലാം സഹിച്ചത് നിനക്ക് വേണ്ടിയായിരുന്നു. നിന്റെ കയ്യിലേക്ക് നിന്റെ ആഗ്രഹം പോലൊരു പെൺകുഞ്ഞിനെ വെച്ച് തരിക, അതായിരുന്നു അവളുടെ സ്വപ്നം. അതിനു വേണ്ടിയാ അവളുടെ മരിച്ചുപോയ അച്ഛന്റെ ആഗ്രഹം പോലും മറന്നത്. അവളെയാ നീ കരയിച്ചത്. ഒരിക്കലും നീ ഗുണം പിടിക്കില്ല. ഒരമ്മയും സ്വന്തം മോനെ ശപിക്കരുതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ വീട്ടിൽ നിറഞ്ഞു കത്തുന്ന നിലവിളക്ക നീ പുറം കാലം കൊണ്ട് തട്ടിത്തെറിപ്പിച്ചത്. അവൾ എന്തായിരുന്നുവെന്നും അവളുടെ സ്നേഹത്തിന്റെ വില എന്തായിരുന്നുവെന്നും നീ മനസ്സിലാക്കുന്ന ദിവസം വരും. അവളുടെ സ്നേഹത്തിന്റെ വില എന്താന്നൊക്കെ ഞാൻ അറിഞ്ഞു. വക്കീലിനെ കൊണ്ട് ഞാനുമായിട്ടുള്ള ബന്ധം ഡിവോഴ്സ് ആക്കാൻ ശ്രമിച്ചവളാ അവള്. അമ്മ അവളെ എത്ര ന്യായീകരിച്ചാലും എന്റെ ജീവിതത്തിൽ ഇനി ദർശന ഇല്ല. നീ എല്ലാവരുടെയും മുന്നിൽ നിന്ന് ധൈര്യത്തോടെ തന്റെ അടുത്തോട് സംസാരിക്കുന്നത് കാണാൻ എല്ലാ ദൈവത്തോടും ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ അത് ദർശനയ്ക്കെതിരെ, സ്വന്തം അമ്മയ്ക്കെതിരെ സംസാരിക്കാനായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ പ്രാർത്ഥിക്കില്ലായിരുന്നു. ദർശന ഈ വീട് വിട്ട് ഇറങ്ങിയാൽ പിന്നെ ഈ വീട്ടിൽ ഞാനുണ്ടാവൂന്ന് നീ വിചാരിക്കണ്ട. അതമ്മയുടെ ഇഷ്ടം. ഞാൻ ഇറങ്ങി തരണമെങ്കിൽ ഞാൻ ഇറങ്ങി തരാം. പക്ഷേ അവളോട് പൊരുത്തപ്പെടാൻ മാത്രം എന്നോട് പറയരുത്.
ഇതൊന്നും അല്ല. ഇത് അഞ്ജനെ അറിയുമ്പോഴുള്ള പുകില് എന്തായിരിക്കും? ആ, എന്നെ കൊല്ലാനേ വെട്ടുകത്തിയുമായിട്ട് വന്നവളാ. ചേച്ചിയുടെ തല പൊട്ടിച്ചതേ എന്തായാലും അവള് കണ്ടോണ്ട് നിക്കില്ല.